തൃത്താല തിരിച്ചു പിടിച്ചുകൊണ്ട്, പാലക്കാട് ജില്ലയിലെ തിരിച്ചുവരവ് തൃത്താല തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. തൃത്താലയും പട്ടാമ്പിയും ചിറ്റൂരും അടക്കം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതും ഞങ്ങൾക്ക് കിട്ടാത്ത സീറ്റുകളും ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ പാലക്കാട് എന്നുള്ള ഏറ്റവും വലിയ നമ്പർ, അത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ഇതുപോലെ ആത്മവിശ്വാസം ഞാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു. ഇതേ ആത്മവിശ്വാസം നിങ്ങളുടെ നിരവധി ചോദ്യങ്ങൾക്ക് നിലമ്പൂരിൽ പറഞ്ഞിരുന്നു. അത് വെറുതെ നമ്മുടെ ഒരു ആഗ്രഹമല്ല പറയുന്നത്, ആത്മവിശ്വാസമാണ് പറയുന്നത്. ആ ആത്മവിശ്വാസം പറയുന്നതിനകത്ത് കൃത്യമായ ഗ്രൗണ്ട് വർക്കുകളും കൃത്യമായ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ചലനം പാലക്കാട് തൃത്താല തിരിച്ചു പിടിക്കുന്ന പറയുമ്പോൾ കഴിഞ്ഞ തവണ വളരെ നേരിയ വോട്ടിനാണ് പരാജയപ്പെടുന്നത്. അതിനും ഒരു ഈ ഗ്രൂപ്പിസവും പ്രശ്നം, അതിന് തൃത്താലയിലെ ജനങ്ങൾ അതിൽ ദുഃഖിക്കുന്നുണ്ട്. തൃത്താലയ്ക്ക് 5 വർഷം മുൻപ് പറ്റിയ 4.5 വർഷം മുൻപ് പറ്റിയ ആ പിഴവിനെക്കുറിച്ച് ഓർത്ത് തൃത്താല ഇപ്പോൾ ഖേദിക്കുന്നൊരു സാഹചര്യമുണ്ട്. തൃത്താല അത് തിരുത്തും. അത് തിരുത്തുമ്പോൾ ആര് പ്രതിരോധം തീർത്താലും അവരെയും തിരുത്തും. വിഭാഗിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അദ്ദേഹം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. സംഘടനയ്ക്കകത്ത് അത്തരത്തിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അത് ഗൗരവത്തോടു കൂടി തന്നെ അത് പരിശോധിക്കും. അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന നേതൃത്വം അത് യൂത്ത് കോൺഗ്രസിനുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, UDF-നുമുണ്ട്. അതൊന്നും സാരമായി ബാധിക്കാൻ പോകുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ വലിയ കൺഫ്യൂഷൻസ് ഒക്കെ നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ്റെ ഫേസിൽ, പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഫേസിൽ, പിന്നെ പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ ഫേസിൽ, തൃക്കാക്കര ബൈ ഇലക്ഷൻ ഫേസിൽ എന്തെല്ലാം വാർത്തകൾ നമ്മൾ കണ്ടു. ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജനങ്ങൾ ഇതൊക്കെ തിരുത്താൻ നിൽക്കുകയാണ്. ആ തിരുത്താൻ നിൽക്കുമ്പോൾ പ്രതിരോധം തീർക്കുന്ന ആളുകളെയും ജനങ്ങൾ തിരുത്തും. ഈ CPM നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതുപോലെ തന്നെ VK MP ആണെന്ന് ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറയുന്നു. അല്ല, അത് ഇപ്പോൾ അങ്ങ് പറയുന്നതാണ്. അങ്ങനെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഈ ചാക്കിട്ട് പിടുത്തമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനോട്, ഐക്യജനാധിപത്യ മുന്നണിയോട് യോജിപ്പുള്ള ആളുകളുടെ എണ്ണം പാലക്കാട് ജില്ലയിൽ CPM-നകത്ത് വർദ്ധിച്ചു വരികയാണ്. CPM-നകത്ത് മാത്രമല്ല, നിങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ പാലക്കാട് ജില്ലയിലെ BJP-ക്ക് ഉണ്ടാകുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന ശോഷണം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തോട് കൂടുതൽ BJP രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും CPM-ൻ്റെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും ആളുകൾ കടന്നു. ഒരു തർക്കവും വേണ്ട.